സിമ്പിൾ സപ്പോർട്ട് എടുക്കുമ്പോൾ ഇവിടെയും നമ്മൾ സിമ്പിൾ സപ്പോർട്ട് ചെയ്യാണ് 3 ലോഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് പ്രീപ്രോസസ്സർ സ്ട്രക്ചറിൽ എലമെൻറ്റ് ടൈപ്പിൽ ആഡ് ഡിലീറ്റ് കൊടുക്കുക, ബീം കൊടുക്കുക, 3.189 കൊടുക്കുക, ഓക്കെ അടിക്കുക, ക്ലോസ് ആക്കുക. അപ്പോൾ എലമെൻറ്റ് ടൈപ്പ് കഴിഞ്ഞ് റിയൽ കോൺസ്റ്റൻസിലൊന്നുമില്ല. ഓക്കെ, മെറ്റീരിയൽ പാർട്സ് പോവുക, മെറ്റീരിയൽ മോഡൽസ് പോവുക, സ്ട്രക്ചറിൽ പോവുക, ലീനിയറിൽ പോവുക, എലാസ്റ്റിക്കിൽ പോവുക, എക്സെട്രക്കിൽ പോവുക. 200 GPa അപ്പോൾ ഒരു 3 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പോയ്സൺസ് റേഷ്യോ ആണ് ഇത് 0.3 ആണ്. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് മെറ്റീരിയൽ മോഡൽസും കഴിഞ്ഞ് ഇനി സെക്ഷൻ കൊടുക്കണം. സെക്ഷൻ തന്നെ ഈ 10 കൊടുക്കണം ഇതിൻ്റെ. അപ്പോൾ കോമൺ സെക്ഷൻ പോവുക, ഇവിടെ 10 കൊടുക്കുക, ഇവിടെ 10 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ കോമൺ സെക്ഷൻ കഴിഞ്ഞ് ഇനി സെക്ഷൻസ് കഴിഞ്ഞ് മോഡലിങ് പോവുക. ക്രിയേറ്റിൽ കീ പോയിൻറ്റ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇനാക്റ്റീവ് CS എടുക്കുക. ഫസ്റ്റ് കീ പോയിൻ്റ് ഇതാണ്, ഈ കീ പോയിൻ്റ് ഉണ്ടാക്കുക. 0 കോർഡിനേറ്റ്സിൽ 0 അപ്ലൈ ചെയ്തു. സെക്കൻഡ് കീ പോയിൻ്റ് 250 ഡിസ്റ്റൻസിലാണുള്ളത്. 250 0 തന്നെയാണ്. അപ്ലൈ ചെയ്തു. അടുത്തത് 3 500 കീ പോയിൻ്റ് നമ്പർ 3 അപ്ലൈ ചെയ്തു. ഫോർത്ത് 750 0 അപ്ലൈ ചെയ്തു. ലാസ്റ്റ് പോയിൻ്റ് 5 1 2 3 1000 ലാസ്റ്റത്തെ പോയിൻ്റ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ അടിച്ചു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വന്നു, കീ പോയിൻറ്റ്സ് വന്നു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ലൈൻ ഉണ്ടാക്കണം. ഇതിപ്പോൾ ലൈൻ വേണം. അപ്പോൾ ക്രിയേറ്റിൽ തന്നെ ലൈൻസ് എടുക്കുക. കീ പോയിൻറ്റ്സ് ലൈൻസ് അല്ല, കീ പോയിൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലൈൻസ് എടുത്ത് ഇനാക്റ്റീവ് കോർഡിനേറ്റ്സ് എടുക്കുക. എന്നിട്ട് ഈ പോയിൻ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ വരക്കുക. പിന്നെ ഈ പോയിൻ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ വരക്കുക. ഈ പോയിൻ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ വരക്കുക. മുറിച്ച് വരക്കണം. ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ ലൈൻ വരക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ അടിച്ച് നമ്മളിപ്പോൾ ലൈൻ കിട്ടി. അപ്പോൾ ലൈൻ റെഡിയായി, ക്രിയേറ്റ് കഴിഞ്ഞ്. ഇനി എന്ത് ചെയ്യണം? മോഡലിങ് കഴിഞ്ഞ് ഇനി മെഷ് ചെയ്യണം. മെഷ് അപ്പോൾ ഇനി മെഷ് ചെയ്യണതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെഷിൻ്റെ ഇതിങ്ങനെ വരാം. അപ്പോൾ ഇത് സൈസ് കൺട്രോൾസ് സൈസ് കൺട്രോൾസ് 3 ഉള്ളത്. അതിൽ മാനുവൽ സൈസ് എടുക്കുക. അതായത് ഓൾ പിക് ലൈൻസോ അല്ലെങ്കിൽ പിക് ലൈൻസോ ഓർ ഓൾ ലൈൻസോ എടുക്കുക. നമ്മൾ ഓൾ ലൈൻസ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും സെലക്ട് ആവും. പിക് ലൈൻസ് എടുത്താൽ 1 2 3 4 ലൈൻസ് നമ്മൾ പിക്ക് ചെയ്തു. ഓക്കെ അടിച്ച്. ഇതെന്താ വെച്ചാൽ എത്ര ഡിവിഷൻസ് നമുക്ക് ആ മെഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 100 കൊടുക്കാം. ഇവിടെ 100 ഡിവിഷൻസ് ചെയ്യാം. ഓക്കെ, അതും കൊടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് നമ്മൾ മെഷ് വൃത്തിക്ക് ചെയ്യാം. അപ്പോൾ ലൈൻസ് എടുക്കുക. പിന്നെ ഈ ലൈൻസ് ഓക്കെ അടിച്ചു. അപ്പോൾ ഇങ്ങനെ കിട്ടി. നമ്മൾ മെഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലോഡ്സും ഡിസ്പ്ലേസ്മെൻറ്റും കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ 2 എൻഡിനും സെമി സപ്പോർട്ടഡ് ആക്കാനും പിന്നെ ഈ ലോഡ്സും കൊടുക്കണം. അപ്പോൾ സെമി സപ്പോർട്ടഡ് ആക്കാൻ അപ്പോൾ ഇവിടെ സിമ്പിൾ സപ്പോർട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ സിമ്പിൾ സപ്പോർട്ട് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അനാലിസിസ് ടൈപ്പ് പോവുക, ന്യൂ അനാലിസിസ് എടുക്കുക, സ്റ്റാറ്റിക് ആക്കുക, ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പോൾ അനാലിസിസ് ഇനി ഡിഫൈൻ ലോഡ്സ് പോവുക. ഡിഫൈൻ ലോഡ്സിൽ തന്നെ അപ്ലൈ ഇങ്ങനെ കറക്റ്റ് എടുക്കുന്നത്. അതിൽ അപ്ലൈയിൽ സ്ട്രക്ചറലും ഇങ്ങനെ ഉണ്ടാവും. അതിൽ സ്ട്രക്ചറിൽ എടുക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഓൺ കീ പോയിൻറ്റ്സ് എടുക്കുക. ഓൺ കീ പോയിൻറ്റ്സ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കീ പോയിൻറ്റ് സെലക്ട് ചെയ്തത് ഓക്കെ അടിച്ചു. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഓഡിയോഫും റൊട്ടേഷൻ അബൌട്ട് Z ആക്സിസ് ഒഴികെ ബാക്കി എല്ലാവരും സെലക്ട് ചെയ്ത് വെക്കാം, അതായത് ലോക്കാക്കാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അത് ഓക്കെ അടിച്ചു. അപ്പോൾ ഇതങ്ങനെ. ഇനി നമുക്ക് എന്ത് വേണം? ഒന്നും കൂടി ഇവിടെയും കൂടി കൊടുക്കണം. ഇവിടെയും കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ Z ഒഴികെ ബാക്കി എല്ലാതും Zഉം ഓഡിയോ ഒഴികെ ബാക്കിയൊക്കെ സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ അടിക്കുക.
അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും ലോഡ് കൊടുക്കണം. ലോഡ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ കൊടുക്കുക, ഫോഴ്സ് മൊമെൻറ്റ് കൊടുക്കണം. ഫോഴ്സ് മൊമെൻറ്റ് പോയിട്ട് ഓൺ കീ പോയിൻറ്റ്സ് വെക്കുക. ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ടച്ച് ചെയ്യുക, അപ്പോൾ ഇവിടെ പോയിൻറ്റ് വരുന്നുണ്ട്. ഓക്കെ അടിക്കുക. ലോഡ് എത്രയാണ്? വൈ ആക്സിസിലാണുള്ളത്, അതും നെഗറ്റീവ് വൈ ആക്സിസിലുള്ളത് 250. അപ്പോൾ -250 അപ്ലൈ ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇനി അടുത്തത് ഇതാ ഇവിടെ 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 ഓക്കെ അടിക്കുക. ഇവിടെ എത്ര കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്? 750. ഓക്കെ അടിച്ചു. ഓക്കെ. പിന്നെ ഒന്നും കൂടി ഉണ്ട് ഇവിടെ. അവിടെ എത്രയാണ്? വൈ ആക്സിസിലാണ്, പക്ഷേ 500. ഓക്കെ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അപ്ലൈ കഴിഞ്ഞു, ലോഡ് കൊടുത്തു, ഇത് കഴിഞ്ഞു. ഇനി സൊല്യൂഷന് പോവാം. സൊല്യൂഷൻ പോയിട്ട് സോൾവ് എടുക്കുക, കറണ്ട് LS എടുക്കുക, ഓക്കെ അടിക്കുക. സൊല്യൂഷൻ ഇസ് ഡൺ. സൊല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ ഡയഗ്രാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈനറിൽ പോസ്റ്റ് പ്രോസസ്സറിൽ പോയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കണം. എലമെൻറ്റ് ടേബിൾ എന്ന സാധനം ഉണ്ടാക്കണം. എലമെൻറ്റ് ടേബിൾ പോയി ഡിഫൈൻ ടേബിൾ എടുത്തിട്ട് നമ്മൾ പുതിയ ടേബിൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എംപ്ലോയി സീക്വൻസ് നമ്പർ എടുക്കുക. എന്നിട്ട് ഇവിടെ SMISC ഫസ്റ്റ് 3 കൊടുക്കുക. ഒരു 3-4 നമ്പേഴ്സ് ഉണ്ട്, 3, 6, 16, 19. അപ്പോൾ ഫസ്റ്റ് SMISC 3 കൊടുക്കുക, അപ്ലൈ ചെയ്യാം. പിന്നെ സീക്വൻസ് നമ്പർ SMISC 6 കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. പിന്നെയും ബൈ സീക്വൻസ് നമ്പർ 16 കൊടുക്കുക, 16 കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. പിന്നെയും സീക്വൻസ് നമ്പറിൽ 19 കൊടുക്കാം, അപ്ലൈ കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ക്ലോസ് ആക്കുക. അപ്പോൾ എലമെൻറ്റ് ടേബിൾ റെഡി ആയി. എലമെൻറ്റ് ടേബിൾ ഇനി എന്ത് ചെയ്യുക? ഈ ജനറൽ പോസ്റ്റ് പ്രോസസ്സറിൽ തന്നെ പ്ലോട്ട് റിസൾട്ട്സ് എന്നുണ്ടാവും. പ്ലോട്ട് റിസൾട്ട്സിൽ കൗണ്ടർ പ്ലോട്ട് എടുക്കുക. കൗണ്ടർ പ്ലോട്ടിൽ ലൈൻ എലമെൻറ്റ് റിസൾട്ട്സ് എടുക്കുക. ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ 3ഉം ഇത് 16ഉം ആക്കിയാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന BMD ആണ്. അല്ല, BMD അല്ലേ? ഓക്കെ, 3ഉം 16ഉം കൊടുത്താൽ ഫസ്റ്റത്തെ ഡയഗ്രാം കിട്ടും. ഓക്കെ, അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇത് കിട്ടും. ഇത് എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യാം ഇവിടെ പോയിട്ട്. പിന്നെ ഒന്നും കൂടി ലൈൻ എലമെൻറ്റ് റിസൾട്ട് എടുത്ത് കണ്ട് ഇവിടെ 6ഉം 19ഉം ആക്കിയാൽ നമുക്ക് അടുത്തത് കിട്ടും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ക്യാൻഡിലിവറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം നമ്മൾ ലോക്ക് ചെയ്താൽ മതി. എല്ലാ ഡയറക്ഷൻ ഓൾ ഡി ഓഫ് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ലോഡ് കൊടുക്കുക. ബാക്കി എല്ലാതും സെയിം ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ.